എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ ഇടിച്ചക്ക തോരനാണ് കാണിക്കുന്നത് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടിച്ചക്ക തോരനാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇടിച്ചക്ക തോരൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ട് ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഇടിച്ചക്ക തോരനാണ്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ തരാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ ഒരു ഇടിച്ചക്ക തോരൻ വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടിച്ചക്ക ഇതേപോലെ മുറിച്ചിട്ട് ഞാനിപ്പോൾ അത് മുഴുവൻ ഇടിച്ചക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ഇടിച്ചക്ക മുറിച്ചെടുക്കാൻ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. ഇടിച്ചക്കയുടെ മുളങ്ങി എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അത് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി. പെട്ടെന്ന് ആ മുളങ്ങിയൊക്കെ പോവും. ഇനി ഇതിൽ കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനു മുന്നേ ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചിട്ടാണ് കാണിച്ചിരുന്നത്. ഇപ്രാവശ്യം ഞാൻ സ്റ്റീമറിൽ വേവിച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. 4 കപ്പ് ഇടിച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കിയപ്പോൾ നമ്മളുടെ ഒരു ഫോളോവർ ഇതുപോലെ പറഞ്ഞിരുന്നു, ഇതുപോലെ സ്റ്റീമറിൽ വേവിച്ചിട്ട് ഉണ്ടാക്കി കൂടെ, അതാണ് കൂടുതൽ നല്ലതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ സ്റ്റീമറിൽ വേവിച്ചിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിനും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ സവാള വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള സവാളയാണ് വേണ്ടത്. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതായിരിക്കുന്നു. ഇത് ഇങ്ങനെ വല്ലാതെ വെന്ത് സോഫ്റ്റ് ആവണ്ട. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ കേട്ടോ. 8-10 മിനിറ്റ് വരെ, ഏതാണ്ട് ഒരു പകുതി വേവ് വരെ മതി. ഇനി ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 8 മുതൽ 10 മിനിറ്റ് വരെ. അപ്പോൾ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ ഒന്ന് നെടുകെ കട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ എടുക്കുക, കണ്ടില്ലേ? നീളത്തിൽ സ്ലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെടുകെ ഒന്ന് കട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നാളികേരം ചതച്ചെടുക്കുന്നത്, ഒരു വലിയ പിടി നാളികേരം, അധികം വേണ്ട. 2 ചെറിയ അല്ലി ചുവന്നുള്ളിയും പിന്നെ വേണമെങ്കിൽ ഒരു പച്ചമുളകും. ഇതൊന്ന് ചതച്ചെടുക്കുക. അത്ര ചൂടാറിയതിൻ്റെ ശേഷം ഇട്ടിട്ട് അടിക്കുക. അപ്പം ഇതേപോലെ പൾസ് ചെയ്തെടുക്കുക. കൂടുതൽ വെന്ത് പോയാൽ ഇത് ഉടഞ്ഞ് വല്ലാതെ ഇങ്ങനെ അരഞ്ഞിട്ട് പോവും. അത് കാരണം വല്ലാതെ വേവിക്കരുത്. അപ്പം ഇത് മൊത്തം ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ ഉണക്കമുളക്. ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഒന്ന് വഴന്നാൽ മതി, ബ്രൗൺ കളർ ആക്കണ്ട. ഇതിലേക്ക് ഇടിച്ചക്ക ചേർക്കാം. ഇത് സവാള ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ നാളികേരവും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചതച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഒരു 6-7 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിതാ നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ തോർത്തിയെടുക്കുക. ഇടിച്ചക്ക നന്നായിട്ട് വെന്തിട്ട് ആ മസാല മുളകൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തോർത്തിയെടുക്കുക. അതായത് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് തുറന്ന് വയ്ക്കുക. ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മീതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല ഉതിർന്ന രീതിയിലുള്ള ഇടിച്ചക്കത്തോരൻ റെഡിയായി. താങ്ക് യു.